ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുളക് ബജ്ജിയാണ്. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്നതിനേക്കാൾക്ക് നല്ല രസമായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം കേട്ടോ മുളക് ബജ്ജി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 5 ബജ്ജി മുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിനെ നമുക്ക് 4ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നല്ലതുപോലെ കഴുകിയതിന് ശേഷം 4ആയിട്ട് ആ മുളകിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇങ്ങനെ നീളനെ 4 പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് മുഴുവനായിട്ട് മുളക് ബജ്ജി ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം. പക്ഷേ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി ഓയിൽ വേണം അത് ഫ്രൈ ചെയ്യാനായിട്ട്. അതുപോലെ അതിനേക്കാളും മുഴുവനായിട്ട് വറുക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇതുപോലെ 4ആക്കി കട്ട് ചെയ്തിട്ട് വറുത്തെടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഞാൻ 5 ബജ്ജി മുളകും 4ആക്കി കട്ട് ചെയ്ത് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൽ അതിൻ്റെ പുറമെ ഇനി വല്ല അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് പോവുകയും ചെയ്യും. അതുപോലെ നല്ല ഒന്ന് സോഫ്റ്റായി വരും ചെയ്യും കേട്ടോ മുളക്. ഇനി ഇതിലേക്കുള്ള ബജ്ജി മാവ് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് കടലമാവ്, 1 ടീസ്പൂൺ അരിപ്പൊടി, വറുത്തരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, പിന്നെ 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, ഉപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും പൊടികൾ നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ പൊടികളെല്ലാതും നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓയിൽ 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തു. ഇനി അതും നല്ലതുപോലെ ആ പൊടിയിലാവുന്ന വിധത്തിൽ യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ മാവ് ഒത്തിരി ലൂസാവാനും പാടില്ല, എന്നാൽ ഒത്തിരി കട്ടി കൂടാനും പാടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. കാരണം ഒത്തിരി ലൂസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബജ്ജിയുടെ ആ മുളകിൻ്റെ മീതെ ആ കോട്ടിങ് നിൽക്കില്ല. അതുപോലെ ഒത്തിരി കട്ടി ആയാലും ആ മുളക് ബജ്ജി കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിന് വേണം നമ്മുടെ മുളക് ബജ്ജിയുടെ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമ്മൾ 5 മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്ന മുളക് എല്ലാതും വെള്ളത്തിൽ നിന്ന് വാർത്ത് മറ്റൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമ്മൾ ഓരോ മുളകിൻ്റെ പീസും എടുത്ത് മാവിൽ മുക്കി ഇതുപോലെ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ ആ ഒരു തണ്ടിൻ്റെ മീതിയൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് നമുക്ക് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായാൽ മാത്രമാണ് ഇതുപോലെ നല്ല കോട്ടിംഗ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വെള്ളം ഒത്തിരി കൂടി പോവാതെ ശ്രദ്ധിക്കണം മാവ് റെഡിയാക്കി എടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുളകെല്ലാതും ഇതുപോലെ ഇങ്ങനെ മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തേക്കാണ്. ഇനി തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് ഇത് നല്ല ക്രിസ്പി ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒത്തിരി ഹൈ ഫ്ലെയിമിലൊന്നും തീ വയ്ക്കരുത്. കാരണം ഹൈ ഫ്ലെയിമിലൊക്കെ തീ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് പുറമേയുള്ള കോട്ടിങ് മാത്രം ഭയങ്കര ക്രിസ്പി ആയിട്ട് വരും, പക്ഷെ ഉള്ളിലുള്ള മുളക് അങ്ങനെ കുക്കായിട്ട് വരില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ലോ ടു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പിലത്തെ ബജ്ജിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള കോട്ടിംഗ് ഒക്കെ ആയിട്ട് നല്ല രസമായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബജ്ജികളും റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ബജ്ജി ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ എരിവോ അല്ലെങ്കിൽ ആ കായത്തിൻ്റെ ടേസ്റ്റ് കുറവായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിട്ടിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബജ്ജി ഇവിടെ 2ാമത്തെ ട്രിപ്പും റെഡിയായി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബജ്ജിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ